ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വീണ്ടും നമ്മുടെ കുരുവട്ടുമല ഫാമിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാം കാണിച്ചതാണ്. അപ്പോൾ അന്ന് വന്നിട്ട് പോയപ്പോൾ നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ട ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ ആയപ്പോൾ നമ്മുടെ ഇവിടുത്തെ സാറ് പ്രമോദ് സാറ് വിളിച്ചു. നമ്മളത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അത് നമുക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കാം. താങ്ക് യു സാർ. അപ്പോൾ സാർ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കും. സാർ ഇവിടുത്തെ ഡോക്ടറാണ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ പ്രമോദ്. നമുക്ക് നിലവിലിവിടെ 4 ഒട്ടകപ്പക്ഷിയാണുള്ളത്. ഒരു മെയിലും 3 ഫീമെയിലും. നോർമലി ഇവരുടെ ബ്രീഡിംഗ് സീസൺ വരുന്നത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 6 മന്ത്സ് ആണ്. നമുക്ക് ആഴ്ചയിൽ ഒരു 2 മുട്ട വെച്ചൊക്കെ കിട്ടും. ബുക്കിംഗ് ത്രൂ ആണ് നമ്മൾ മുട്ടകൾ കൊടുക്കുന്നത്. 400 രൂപയാണ് മുട്ടയുടെ പ്രൈസ്. പിന്നെ നോർമലി ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 42 ഡേയ്സ് ആണ്. അത് വേരി ചെയ്യും, കണ്ടീഷൻ അനുസരിച്ച് വേരി ചെയ്യും. ഇൻക്യുബേഷൻ പീരീഡാണ് പറയുന്നത്. പിന്നെ നമുക്കിത് നമ്മൾ ടേബിൾ എഗ്ഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു എഗ്ഗ് ഒരു 24 to 25 നോർമൽ കോഴിയുടെ എഗ്ഗുമായിട്ട് കമ്പയറബിൾ ആണ്. അത്രയും ഓംലെറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഇത് പുഴുങ്ങുകയാണെങ്കിൽ നമുക്കൊരു 90 മിനിറ്റ്സ്, സ്ലോ ബോയിലിങ്ങിലാണെങ്കിൽ 90 മിനിറ്റ്സ്, അല്ലെങ്കിൽ പ്രഷർ കുക്കറാണെങ്കിൽ ഒരു 8 വിസിൽസ് എങ്കിലും വേണ്ടി വരും. പിന്നെ ഇതിൻ്റെ എക്സെല്ല് നല്ല തിക്കാണ്. 1.5 mm ഒക്കെ തിക്നെസ് ഉണ്ട്. നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മേലെ കയറി നിന്നാലും പൊട്ടില്ല. അതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ സാറേ, നമുക്ക് ഇതിൻ്റെ ഇവിടെ കുഞ്ഞുങ്ങളെ ഇല്ല, നമ്മൾ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ വിരിയിക്കുന്നില്ല. നോർമൽ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഈ ഒരു 42 ഡേയ്സാണ് ഇൻക്യുബേഷൻ പീരീഡ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ വിരിയിക്കാം. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ കൂട്ടുകാരെ, വേണ്ട ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഇന്ന് ഞാൻ ഈ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന്ന് ഓംപ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരെണ്ണം ഞാൻ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. നമുക്കത് കറി വെക്കാനോടാണ്. അത് വേവുന്നുണ്ട്, നല്ല സമയമെടുക്കും. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം കിടക്കണം. അപ്പോൾ അത് ഞാൻ വേവിക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അത് വേവുമ്പോഴത്തേക്ക് നമുക്കിത് ഓംപ്ലേറ്റ് ആക്കാം. അപ്പോൾ ഇത് രണ്ടായിട്ട് പുളക്കുമല്ല ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ മേളിലൊരു ചെറിയ ദ്വാരം ഇട്ടിട്ട് നമുക്ക് എടുക്കാനാണ്. കാരണം ഇത് എന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ. ഇതിപ്പോൾ ഈ ഒട്ടകപ്പക്ഷിയുടെ മുട്ട നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് വെച്ചേക്കാനാണ് ഇതിൻ്റെ തോട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ ദ്വാരം ഇട്ടിട്ട് അതിനുള്ളിലുള്ളത് എടുത്തതിന് ശേഷം നമുക്ക് ഓംപ്ലേറ്റ് അടിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനൊരു സുഷിരം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിലുള്ളതുള്ളത് എടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇത് ഞാൻ പുഴുങ്ങാനിട്ടിരുന്ന മുട്ടയായിരുന്നു. ഇത് വെന്തിട്ടുണ്ട്, തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ചിളക്കിയെടുക്കാം. ഭയങ്കര കട്ടിയാണ്. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഒട്ടകമുട്ട വാങ്ങിച്ചതും അത് പുഴുങ്ങാനിട്ടതും പിന്നെ അത് ഓംപ്ലേറ്റ് ചെയ്യാനായിട്ട് പൊട്ടിക്കുന്നിടം വരെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ പൊട്ടിച്ചപ്പോഴാണ് അസഹനീയമായ വാട കാരണം, അതായത് നമ്മുടെ മുട്ട പന്നലായിപ്പോയിരുന്നു. അപ്പോൾ അത് എടുത്ത് കളയുകയും പിന്നെ പുഴുങ്ങിയ മുട്ടയും ഒട്ടും കറി വെക്കാനൊന്നും കൊള്ളത്തില്ല. അതും എടുത്ത് നമ്മുടെ ഇവിടെയൊക്കെ തെരുവ് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കേണ്ട, അവർക്ക് കഴിക്കേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ ഇത് പന്നലാവാൻ കാരണമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 ആഴ്ചയോളേ മുട്ട ഇരിക്കത്തുള്ളൂ. പക്ഷേ ഇത് കൊണ്ടുവന്ന സമയത്ത് വീഡിയോ എടുക്കാനും ചേട്ടന് അവധിയുള്ള ദിവസമേ പറ്റത്തുള്ളായിരുന്നു. പിന്നെ ചേട്ടന് പറ്റുന്ന ദിവസം അനിയനില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ പോയി ലാഗായി വന്ന സമയത്താണ് ഹോസ്പിറ്റൽ കേസായി. അവിടുന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട പന്നലായി പോയിരുന്നു. പക്ഷേ ഇത് ചെയ്യുന്നില്ല, വീഡിയോ ചാമ്പടം വരെ വെച്ച് നിർത്തിയതായിരുന്നു. പക്ഷേ എല്ലാവരും ആദ്യമേ എല്ലാവരെയും കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്ത് ചെയ്തു, ആ ഒരു വീഡിയോ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഫ്ലോപ്പായി പോയി എന്ന് അറിയിക്കുകയാണ്. കാരണം നമ്മൾ ആ മുട്ട 2 ആഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിക്കണമായിരുന്നു. ഇപ്പോൾ നമ്മളത് പൊട്ടിച്ചതിനകത്ത് ഉള്ളതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് നല്ല ആർട്ട് ഗാലറിയൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട നമുക്ക് ചീറ്റിപ്പോയി. കാരണം എന്നാൽ ഇത് കാണുമ്പോൾ തോന്നും അത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് നശിപ്പിച്ച് കളഞ്ഞ അഹങ്കാരം. പക്ഷേ നമ്മുടെ ആ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാതെ പോയത്. ഇനി അടുത്ത നമുക്ക് ഇപ്പോൾ അവിടെ മുട്ട വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഇപ്പോൾ ആ മുട്ട ലഭ്യമല്ല. കാരണം ഇപ്പോൾ അത് ഇടുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് കിട്ടുമ്പോൾ നമ്മളത് ഓംലേറ്റും കറിയൊക്കെ വെക്കുന്ന വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എന്നോടത്ത് ചോദിച്ചവർക്കെല്ലാം ഉള്ളൊരു മറുപടിയാണ് മുട്ട പന്നലായി പോയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത മുട്ട കിട്ടുമ്പോൾ അതിൻ്റെ വീഡിയോയുമായി വരാം. ഓക്കേ.